30 ദിവസത്തിനകം കേരളത്തിന്റെ വിവിധങ്ങളായ തെരുവോരങ്ങളിൽ എസ്എഫ്ഐ പ്രവർത്തകരുടെ ചോര ചിന്തിക്കൊണ്ടാണ് പോലീസ് ഇതിനെല്ലാം മറുപടി പറയുന്നത്, ഭരണമാറ്റത്തിന് കൊടിപിടിക്കുന്നത്. അത്തരം പോലീസുകാർ ഇവിടെ നിരന്നിട്ടുണ്ട്. ആയുധങ്ങളായിട്ടാണ്, ബാരിക്കേഡുകളായിട്ടാണ് പോലീസ് നിരന്നിരിക്കുന്നത്. പോലീസ് നിരന്നിരിക്കുന്നത് കാണുമ്പോൾ ഒരു 10-200 പോലീസുകാർ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് പോലീസുകാരോട്, സ്നേഹം നിറഞ്ഞ പോലീസുകാരോട് വിനീതമായി പറയുവാനുള്ളത്, ഈ അംഗസംഖ്യയൊന്നും പോരാ. ഇവിടെ അണിനിരത്തിരിക്കുന്ന എസ്എഫ്ഐ പ്രവർത്തകരുടെ അടികൊണ്ടാണെങ്കിൽ അടികൊണ്ട് പരിക്ക് വീഴേണ്ടി വന്നാൽ അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ വെറുതെയൊന്നും പിരിഞ്ഞു പോവുകയില്ല. ഞങ്ങൾ അടികൊണ്ടാലും പരിക്ക് ഈ സമരത്തിനൊരു വൈകാരിക തരം കൂടിയുണ്ട്. ഈ അണിനിരന്നിരിക്കുന്ന എസ്എഫ്ഐ പ്രവർത്തകർ വെറുതെ വന്നതല്ല. സനീഷും സുധിദാസും ഗിരിലാലും രാജേഷുമെല്ലാം അടിവാങ്ങിയതിനുള്ള അതിനോടുള്ള പ്രത്യുപകാരം എന്നോണം, അല്ലെങ്കിൽ അതിനോടുള്ള ഐക്യദാർഢ്യം എന്നോണമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ സമരസഖാക്കളെ ആദ്യമായി എസ്എഫ്ഐ തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എസ്എഫ്ഐയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ, ആലപ്പുഴയുടെ ജില്ലാ പഞ്ചായത്ത് അംഗം സഖാവ് മനു സി പുളിക്കനാണ് ഈ സമരത്തെ ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തിന് നിങ്ങൾക്ക് ഏവർക്കു വേണ്ടിയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് പി സുമേഷ് പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനും ഏറ്റവും സ്നേഹപൂർവ്വം ഈ സമരത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സമരത്തിൽ പങ്കെടുക്കാനെത്തിയ, ഈ സമരം പകർത്തുവാനെത്തിയ മാധ്യമ പ്രവർത്തകർ മുഴുവൻ ആളുകളെയും, സമരത്തിൽ പങ്കെടുക്കാനെത്തിയ മുഴുവൻ സഖാക്കളെയും, ഈ സമരത്തിന് നേതൃത്വം നൽകിയ എസ്എഫ്ഐയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ഉപഭാരവാഹികൾ, മുഴുവൻ സഖാക്കളെയും ഒറ്റവാക്കി ഈ സമരത്തിലേക്ക് സ്വാഗതം പറയുകയാണ്. ഈ സമരത്തിന്റെ അധ്യക്ഷനായി സഖാവ് ജില്ലാലിനെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ സമരം ഇവിടെ നടത്തിയതിന്റെയും അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ കുറിച്ചും, ഈ സമരം താൽക്കാലികമായെങ്കിലും നയിക്കേണ്ടി വന്നതിന്റെ സാഹചര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ എസ്എഫ്ഐയുടെ നേതാവായിട്ടുള്ള സഖാവ് വൈശാഖേട്ടൻ സൂചിപ്പിച്ചതാണ്. എന്തൊക്കെയായാലും ഈ കേരളം സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നത് വിദ്യാഭ്യാസ കച്ചവടക്കാരും വിദ്യാഭ്യാസ സംരക്ഷകരും തമ്മിലുള്ള പോരാട്ടത്തിനാണ്. ഇനി വരാൻ പോകുന്ന നാളുകൾ ഈ കേരളീയ ജനകീയ സമൂഹം പ്രക്ഷുബ്ധമായ നാളുകളെയാണ് നേരിടാൻ വേണ്ടി പോകുന്നത്. എസ്എഫ്ഐക്ക് പറയാനുള്ളത്, വിദ്യാഭ്യാസം നേടിയെടുക്കുന്നതിന് വേണ്ടി ഈ സർക്കാരിന്റെ